ഹലോ. കേരളത്തിലൊരു കുഞ്ഞിനെ വരവേൽക്കാൻ റെഡിയായിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് സന്തോഷം കാണും. അതിന്റെ കൂടെ ചെറിയ ചില ടെൻഷനുകളും, അല്ലേ? അതിലൊരു മെയിൻ കാര്യമാണ് ഈ ഹോസ്പിറ്റൽ ചിലവുകൾ. ആ ഒരു ആശങ്ക അങ്ങ് മാറ്റിവെച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കിയാലോ? വാ, നമുക്കിതിനൊരു വ്യക്തത വരുത്താം. ഡോക്ടർ പ്രശാന്തിന്റെ ഈ വാക്കുകള് എത്ര കറക്റ്റാണല്ലേ? ഒരു കുഞ്ഞിനെ കാത്തിരിക്കുന്ന ആ ഒരു സന്തോഷത്തിനിടയിലും ഈ സാമ്പത്തിക കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾക്കൊരു ആധി വരും. അപ്പോ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ നമ്മൾ എന്തൊക്കെ അറിയണം എന്നാണിന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരി, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഒരു കുഞ്ഞിനെ വരവേൽക്കാൻ പോകുന്ന ഏതൊരു ഫാമിലിയും ആദ്യം തന്നെ ഒരു തീരുമാനമെടുക്കണം. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണോ അതോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. നോക്കൂ, ഈ രണ്ട് ഓപ്ഷനും അതിന്റേതായ പ്ലസും മൈനസും ഉണ്ട്. ഒരു സൈഡില് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ. അവിടെ ഏകദേശം സീറോ കോസ്റ്റ് മോഡലാണ്. അതായത് പ്രസവം, മരുന്നുകൾ, ഫുഡ്, എന്തിന് സെക്ഷൻ ചെയ്യേണ്ടി വന്നാൽ പോലും എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷേ ചിലപ്പോൾ പ്രൈവസി കുറവായിരിക്കും. ഇനി മറ്റേ സൈഡിലോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ. അവിടെ നമ്മൾ പണം കൊടുക്കുന്നത് കുറച്ചുകൂടി നല്ല സൗകര്യങ്ങൾക്കും കംഫർട്ടിനും പിന്നെ പ്രൈവസിക്കും വേണ്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. കാരണം കേരളത്തിലെ ഒരു സാമൂഹിക സാഹചര്യമെന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിൽ നിന്നും കുറച്ചു വ്യത്യസ്തമാണ്. അത് ഈ പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. കേരളത്തിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഉയർന്ന സാക്ഷരതയാണ്. ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസമുള്ളതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധമുണ്ട്. ഇതിന്റെ ഒരു റിസൾട്ട് എന്താണെന്നോ? കേരളത്തിലെ മിക്കവാറും എല്ലാ ഡെലിവറികളും നടക്കുന്നത് ഹോസ്പിറ്റലുകളിലാണ്. വീട്ടിൽ പ്രസവിക്കുന്നതൊക്കെ വളരെ കുറവാണ്. ഇത് അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റി ഉറപ്പാക്കുന്നതിൽ വലിയൊരു കാര്യമാണ്. ഈ കാണുന്ന നമ്പറുകളൊന്ന് നോക്കിക്കേ. ബാംഗ്ലൂർ, ചെന്നൈ പോലുള്ള മറ്റു വലിയ സൗത്ത് ഇന്ത്യൻ സിറ്റികളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ ഡെലിവറി ചാർജ് പൊതുവെ കുറവാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ റേറ്റ്സ് കുറച്ചുകൂടി റീസണബിളാണ്. ഇതൊരു ആശ്വാസമുള്ള കാര്യം തന്നെയല്ലേ? അപ്പോ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയൊരു കാര്യത്തെക്കുറിച്ചാണ്. കേരളത്തിൽ നമുക്ക് കിട്ടുന്ന ഗവൺമെന്റ് സഹായ പദ്ധതികൾ. ഇതൊരു ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റ് പോലെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കാശ് കുറയ്ക്കാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോ നമുക്കോരോന്നായി നോക്കാം. ആദ്യത്തേത് നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാവും, ജനനി സുരക്ഷാ യോജന അല്ലെങ്കിൽ JSY. ഇത് BPL, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഹോസ്പിറ്റലിൽ പ്രസവിക്കുമ്പോൾ ഗവൺമെന്റ് നേരിട്ട് കയ്യിൽ പണം തരും. ഗ്രാമങ്ങളിലാണെങ്കിൽ 700 രൂപയും സിറ്റികളിലാണെങ്കിൽ 600 രൂപയുമാണ് കിട്ടുക. അടുത്തത് മാതൃജ്യോതി. ഇതൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്കീമാണ്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏകദേശം 2000 രൂപയുടെ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പാണ് ഈ പദ്ധതി വഴി കിട്ടുന്നത്. ഇനി താലോലം എന്നൊരു പദ്ധതിയുണ്ട്. സത്യം പറഞ്ഞ് ഇതൊരു വലിയ രക്ഷയാണ്. ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിന് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ അല്ലെങ്കിൽ NICUയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ ടെൻഷൻ അടിക്കേണ്ട. ഈ സ്കീം വഴി ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു പാക്കേജ് പറയില്ലേ, നോർമൽ ഡെലിവറിക്ക് ഇത്ര, സിസേറിയൻ ഇത്ര എന്നൊക്കെ. പക്ഷെ ഫൈനൽ ബില്ല് വരുമ്പോഴായിരിക്കും നമ്മൾ ശരിക്കും ഞെട്ടുന്നത്. അപ്പോ ആരും ആദ്യം പറയാത്ത കുറച്ച് ഹിഡൻ കോസ്റ്റുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ പാക്കേജ് എമൗണ്ട് തന്നെയാണോ ഫൈനൽ ബില്ല്? ഉത്തരം മിക്കവാറുമല്ല. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നതെന്ന് നോക്കാം. ഇപ്പോ ഉദാഹരണത്തിന് പെയിൻലെസ് ഡെലിവറി വേണമെന്ന് വെച്ചോ. അതിന് എപ്പിഡ്യൂറൽ എടുക്കുമ്പോൾ എക്സ്ട്രാ കാശ് വരും. അതൊന്നും പാക്കേജിൽ കാണില്ല. അതുപോലെ കുഞ്ഞിന് എന്തെങ്കിലും കാരണത്താൽ NICU സപ്പോർട്ട് വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ലക്ഷറി റൂമിലേക്ക് മാറിയാൽ, അതുമല്ലെങ്കിൽ പ്രസവം എളുപ്പമാക്കാൻ എന്തെങ്കിലും മരുന്നുകളോ മറ്റോ ഉപയോഗിച്ചാൽ ഇതിനൊക്കെ എക്സ്ട്രാ ചാർജ് വരും. ഇതൊന്നു നോക്കൂ. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് കുഞ്ഞിന് NICU കെയർ വേണ്ടി വന്നാൽ ഒരു ദിവസത്തെ ചിലവ് ചിലപ്പോൾ 30,000 രൂപ വരെ ആകാം. ഒരു ദിവസം. ഇത് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞില്ലെങ്കിൽ വലിയൊരു ഷോക്കായിരിക്കും. അതുകൊണ്ട് ഡോക്ടർ പ്രശാന്ത് പറയുന്ന ഈയൊരു ഉപദേശം എപ്പോഴും ഓർമ്മ വയ്ക്കണം. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വെറുതെ ഡെലിവറിക്ക് എത്രയാകും എന്ന് മാത്രം ചോദിക്കരുത്. ഓരോന്നിനും എത്ര വരുംന്നുള്ള ബ്രേക്കപ്പ് ചോദിച്ചു വാങ്ങണം. അതിന്റെ കൂടെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ, അതായത് ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഉണ്ടായാൽ മാക്സിമം എത്ര വരെ ബില്ല് വരാമെന്നും ചോദിച്ചു മനസ്സിലാക്കണം. നന്നായി പ്ലാൻ ചെയ്താൽ നമുക്ക് പകുതി ടെൻഷൻ ഒഴിവാക്കാം, അല്ലേ?